ഞാൻ CPI MP-യിലേക്ക് പോവുകയാണ്. ശ്രീ സന്തോഷ് കുമാർ, നിങ്ങൾ ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പാർലമെന്റ് ഇരുസഭകളിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. സഭ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇവിടെ നിന്നും അവിടേക്ക് എത്തിയിരിക്കുന്ന കേരളത്തിന്റെ പ്രതിനിധിയായിരിക്കുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇത് പറയുന്നത് ഇത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന കേസാണ്, പ്രതികരിക്കാനാവില്ല എന്നാണ്. ജോർജ് കുര്യൻ എന്ന ഒരു നേതാവിനെ മന്ത്രിയാക്കുന്നത് പോലും ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ നേടാനാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ ആ തലയ്ക്ക് ഐക്യപ്പെടാനും അവരുടെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പുറത്ത് കേരളത്തിന് പുറത്ത് നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതിൽ ഇടപെടണമെന്ന് സഭാ നേതൃത്വം അവിടെ ഇവിടെയൊക്കെയായി പറയുന്നുണ്ട്. പക്ഷേ എന്ത് ഫലമാണ് ആത്യന്തികമായി ഉണ്ടാവുക? എന്തുകൊണ്ടാണ് വടക്ക് ഈ തരത്തിൽ കന്യാസ്ത്രീകളും സഭയുമായി ബന്ധപ്പെട്ടവരും പള്ളികളും ആക്രമിക്കപ്പെടുന്നത്? സ്മൃതി ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കാര്യമായതുകൊണ്ട് സാധാരണ മന്ത്രിമാരൊന്നും അഭിപ്രായം പറയുന്നില്ല എന്നാണ്. ശരി, ഒരു വാദത്തിന് വേണ്ടി നമ്മളത് സമ്മതിച്ചാൽ എങ്ങനെയാണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഇന്ന് അഭിപ്രായ പ്രകടനം നടത്തുന്നത്? കേസ് തീർന്നോ? ഒരേ പാർട്ടിക്കാരാണല്ലോ. അതുകൊണ്ട് ഞാൻ ശ്രീ ജോർജ് കുര്യനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് നല്ല സുഹൃത്താണ്, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അവർ തന്നെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയ ഉത്തരങ്ങൾ പറയുന്നു എന്നാണ്. നമ്മൾ വേറെ അതിന് തെളിവിറ്റൊന്നും ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ പ്രസ്താവന നിങ്ങൾ കേട്ടു. വിഷ്ണു മോഹൻ ദേവ് എന്ന് പറയുന്ന പുതിയ BJP-യുടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിങ്ങൾ കേട്ടു. അപ്പോൾ കോടതിയിലുള്ള കാര്യത്തിനകത്തൊക്കെ ഇവർ പ്രതികരിക്കുമ്പോഴതിന്റെ ഒന്നാം തരം തെളിവാണ്. നമുക്ക് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം. ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്നിത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർന്നു വരുന്ന സംഭവങ്ങളിലെ ഒരു ഷോക്കിംഗ് സീരീസിനകത്തുള്ള ലാസ്റ്റാണ് ഇത് എന്ന് നമുക്ക് ഇപ്പൊ പറയാം. ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ സംഭവത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പൊ 2022 ഒരു കേസ് സുപ്രീം കോടതിയിൽ കൊടുത്തു. ബാംഗ്ലൂരിലെ ആർച്ച് ബിഷപ്പും ഒക്കെ കൂടെ കൊടുത്ത കേസാണ്. ആ കേസ് അവർ കൊടുത്തപ്പോൾ അവർ ഒരു 500 ചില്ലുവാന സംഭവങ്ങളുടെ അത് ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീതി കിട്ടണം, ഈ കാര്യത്തിനകത്ത് ഗവൺമെന്റുകളെ കൊണ്ട് ഇടപെടിക്കണം എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിനെയും മറ്റൊക്കെ പ്രതിയേർത്ത് കൊടുത്ത കേസാണ്, കക്ഷി ചേർത്ത് കൊടുത്ത കേസാണ്. അപ്പൊ അന്നേരം സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ പറഞ്ഞത്, സാധാരണ BJP വക്താക്കളൊക്കെ പറയുന്ന ഒരു കാര്യം ഒഫീഷ്യലായിട്ട് പറഞ്ഞു, ഇത് കൺവേർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പരിവർത്തനമാണ്, ഫോഴ്സ്ഫുൾ കൺവേർഷനാണ്, ഇവർ വളരെ ദ്രോഹപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവരെ പറയുന്നതിൽ ന്യായമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഈ 137ാമത്തെ ക്രിമിനൽ റിട്ട് പെറ്റീഷനാണ് 2022 നമ്പർ ഇനി അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ കുറിച്ച് വെച്ചാൽ നന്നായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ 8 സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റിനോടും നിങ്ങൾ ഈ കാര്യത്തിൽ ഇതുവരെ എടുത്തിരിക്കുന്ന ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിച്ചു, ATR ചോദിച്ചു. സെപ്റ്റംബർ 1 2022 നടക്കുന്നത്. തുടർന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ജൂലൈ 28 വരെയുള്ള ഇത്രയും മാസങ്ങൾക്കിടയിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിനോ ഈ സംസ്ഥാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിൽ റിലീജിയസ് കൺവേർഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, പ്രാബല്യത്തിൽ റൂൾസും കൂടെ വന്നിട്ടുണ്ട്. എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതൊരു സംഭവ പരമ്പരയിലെ വളരെ പ്ലാൻഡ് ആയ ഒരു സ്ട്രാറ്റജി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്ന ഈ അറസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ റായ്പൂരിലുണ്ടായിരുന്നു. അവിടെ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി പോയപ്പോൾ ആർച്ച് ബിഷപ്പിനെയും മറ്റൊക്കെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ഞങ്ങൾ പാർലമെന്റിലും പ്രതിഷേധിച്ചു. അപ്പൊ ഇത് നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരും ഒക്കെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്.